ഇനി നമുക്ക് റിപ്പോർട്ടറിന്റെ ഒരു ഇമ്പാക്ട് വാർത്തയിലേക്ക് പോകാം. ഒരു സന്തോഷമുള്ള വാർത്തയാണ്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ അധികൃതരുടെ ഇടപെടലുണ്ടായ സന്തോഷമാണ് പങ്കുവെക്കാനുള്ളത്. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ഹാഷിനെയും ഹർഷിനെയും നമ്മൾ ഇന്നലെ പരിചയപ്പെടുത്തിയിരുന്നു. വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ദുരവസ്ഥ രാഹുൽ സുരേഷ് പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ അവിടെ അടിയന്തരമായി വൈദ്യുത കണക്ഷൻ നൽകാൻ കളക്ടർ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലാ കളക്ടർ KSEBക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. രാഹുൽ സുരേഷ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. രാഹുൽ, ഇത്തരത്തിൽ വാർത്തകളിൽ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതൊരു ചാരിതാർത്ഥ്യം ഉണ്ടാകുന്നത്. കാരണം ആ കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥ, 5ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലേ. അവർ മെഴുകുതിരി വെട്ടത്തിൽ എത്ര ബുദ്ധിമുട്ടിയാണ് പഠിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. വെറും ഒരു പിടിവാശി കൊണ്ട് സംഭവിച്ച കാര്യമാണ്. പക്ഷെ അതിലൊരു പരിഹാരം ഉണ്ടാകുന്നു എന്നതാണ് ആശ്വാസം. വിനീത, ഹാഷിനിക്കും ഹർഷിനിക്കും ഇനി മെഴുകുതിരി വെളിച്ചത്തിലല്ല വൈദ്യുതി വെളിച്ചത്തിൽ തന്നെ പഠിക്കാം. അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് ജില്ലാ കളക്ടർ. ഇന്നലെ നമ്മൾ ഈ ഈവനിംഗ് ഷോയിലൂടെ തന്നെയാണ് 2 കുട്ടികളുടെയും ദുരവസ്ഥ പ്രേക്ഷകരിലേക്കും സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ റവന്യൂ മന്ത്രി ആ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ജില്ലാ കളക്ടറോട് ഇത് സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ പറയുകയും ചെയ്തു. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ഈ KSEB ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. KSEBയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം 2 ദിവസത്തിനുള്ളിൽ ഇവർക്ക് വൈദ്യുതി കണക്ഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കും. ആ 2 ദിവസത്തിനുള്ളിൽ ഇവർക്ക് വൈദ്യുതി കണക്ഷൻ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ക്ലബ്ബിൽ നിന്നുമായിരുന്നു വൈദ്യുതി കണക്ഷൻ നൽകിയിരുന്നത്. എന്നാൽ ആ ക്ലബ്ബിലേക്ക് വൈദ്യുതി എത്തിച്ചിരുന്ന വൈദ്യുതി പോസ്റ്റ് തകർന്നു വീഴുകയായിരുന്നു. ഇതോടെയാണ് 2 മാസമായി ഇരുട്ടത്ത് കഴിയേണ്ട സാഹചര്യം ഉണ്ടായത്. അതിനൊരു പിടിവാശിയായി പറയുന്നത് ഇതിന്റെ തൊട്ടടുത്തുള്ള തേയിലത്തോട്ടമുണ്ട്. ആ തേയിലത്തോട്ടത്തിലൂടെയുള്ള വൈദ്യുതി കണക്ഷൻ വലിക്കാൻ, പുതിയ കണക്ഷൻ എടുക്കുന്നതിന് അവിടുത്തെ തേയിലത്തോട്ടം ഉടമകൾ തടസ്സം നിൽക്കുന്നതായിരുന്നു പ്രതിസന്ധിക്ക് കാരണം. എന്നാൽ ആ പ്രതിസന്ധി കണക്കാക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ KSEB അധികൃതർക്ക് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതനുസരിച്ചാണ് 1ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ എത്തുന്നത്. വിനീത, ശരി. ഏതായാലും ഇടുക്കി കളക്ടർക്കും ഒരു നന്ദി അറിയിക്കുകയാണ്. റിപ്പോർട്ടർ വാർത്തയിൽ അടിയന്തരമായി ഇടപെടുകയും ആ കുഞ്ഞുങ്ങൾക്ക് ഇരുട്ടിൽ ഇരുന്ന് പഠിക്കേണ്ട, ഇനി വെളിച്ചത്തിരുന്ന് പഠിക്കാം, അതിന് അടിയന്തര നടപടി സ്വീകരിച്ചു. താങ്ക് യു. രാഹുൽ സുരേഷാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും ചെയ്തത്.